നിയമവ്യവസ്ഥയെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് കോടതി നൽകിയ കനത്ത തിരിച്ചടി. മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ടി മോഹൻദാസിന്റെ അറസ്റ്റും തുടർന്നുണ്ടായ ജാമ്യ ഉത്തരവും വെറുമൊരു വാർത്തയായിരുന്നില്ല. അത് രാജ്യത്തെ ഓരോ പൗരന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന നിർണായകമായ ഒരു നിയമ പോരാട്ടത്തിന്റെ വിജയം തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ആരെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് അകത്തിടാമെന്ന ധാരണ തെറ്റാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധികളെ കാറ്റിൽ പറത്തി BNSS നൽകുന്ന സംരക്ഷണം നിഷേധിച്ച് പോലീസ് നടത്തിയ ആ നാടകീയ അറസ്റ്റ് അനാവശ്യവും നിയമവിരുദ്ധവുമാണെന്ന് കോടതി അക്കമിട്ട് നിരത്തുമ്പോൾ അവിടെ തകരുന്നത് പോലീസിന്റെ വഴിവിട്ട അധികാര പ്രയോഗം തന്നെയാണ്. എന്താണ് ഈ വിധിയിൽ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയത്? BNS 35-ാം വകുപ്പ് ചൂണ്ടിക്കാട്ടി പോലീസിന് കോടതി നൽകിയ കടുത്ത താക്കീത് എന്തായിരുന്നു? ടി മോഹൻദാസിന്റെ സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കോടതി നൽകിയ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായ ഉത്തരവും കോടതി വിധിയിലെ ഓരോ വാക്കും വെച്ച് നമുക്ക് തീർച്ചയായും ഒന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ടി മോഹൻദാസിനെതിരെ പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ 7 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്നവയായിരുന്നു. പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 അനുസരിച്ച് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ പ്രതി ചേർക്കപ്പെടുന്ന വ്യക്തിക്ക് ആദ്യം വകുപ്പ് 35 പ്രകാരം നോട്ടീസ് നൽകുകയാണ് വേണ്ടത്. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നിടത്തോളം കാലം അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമില്ല. എന്നാൽ ഈ കേസിൽ എന്താ സംഭവിച്ചത്? ഒരു നോട്ടീസ് പോലും നൽകാൻ തയ്യാറാകാതെ വീട്ടിൽ പരിശോധന നടത്താൻ എന്ന വ്യാജേന എത്തി അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹം വസതിയിലുണ്ടായിരുന്നുവെന്നും ഡിജിറ്റൽ തെളിവുകൾ അവിടെ നിന്ന് ശേഖരിച്ചുവെന്നും വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തിനായിരുന്നു ഈ തിടുക്കപ്പെട്ട അറസ്റ്റ്? കോടതിയുടെ ജാമ്യ ഉത്തരവിലേക്ക് കടന്നാൽ പോലീസിന്റെയും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും വായടപ്പിക്കുന്ന കൃത്യമായ നിയമപാഠങ്ങളാണ് ജഡ്ജി കുറിച്ചിരിക്കുന്നത്. ഉത്തരവിലെ ഖണ്ഡിക 12-ാമത് പ്രകാരം ഇവിടെ കോടതി പ്രധാനമായിട്ടും ആധാരമാക്കിയത് സതീന്ദർ കുമാർ ആൻഡൽ വി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേസിലെ സുപ്രീം കോടതിയുടെ ലാൻഡ്മാർക്ക് വിധിയാണ്. കോടതി നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നൊരു കുറ്റകൃത്യത്തിന് സാധാരണഗതിയിൽ BNSS 2023 വകുപ്പ് 35 പ്രകാരമുള്ള നോട്ടീസ് പ്രതിക്കോ ബന്ധപ്പെട്ട വ്യക്തിക്കോ നൽകേണ്ടതാണ്. വകുപ്പ് 35 പ്രകാരം നോട്ടീസ് ലഭിച്ച വ്യക്തി ആ വ്യവസ്ഥകൾ പാലിക്കുന്നിടത്തോളം കാലം BNSS വകുപ്പ് 35 അനുസരിച്ച് രേഖപ്പെടുത്തേണ്ട പ്രത്യേക കാരണങ്ങളാൽ അറസ്റ്റ് അനിവാര്യമാണെന്ന് പോലീസിന് അഭിപ്രായമില്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നോട്ടീസ് നൽകുന്നത് ഒരു പൊതുനിയമവും വകുപ്പ് 35 പ്രകാരമുള്ള അറസ്റ്റ് ഒരു അപവാദവുമാണ്, അഥവാ എക്സെപ്ഷൻ. ഇനി ഉത്തരവിലെ ഖണ്ഡിക 13 നോക്കാം. പ്രോസിക്യൂഷന്റെ വാദങ്ങളുടെ മുനെ ഒടിക്കുന്നതായിരുന്നു ഈ ഖണ്ഡിക. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന എല്ലാ കേസുകൾക്കും ഈ സുപ്രീം കോടതി വിധി ബാധകമാണെന്നും ഇതിനെ തർക്കിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി. റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ച കോടതി ടി മോഹൻദാസ് വീട്ടിലുണ്ടായിരുന്നെന്നും തെളിവുകൾ അവിടെ നിന്നും ശേഖരിച്ചുവെന്നും പോലീസ് തന്നെ സമ്മതിക്കുമ്പോൾ പിന്നെ എന്തിനായിരുന്നു അറസ്റ്റ് എന്ന് ചോദിക്കുന്നു. ഉത്തരവിലെ ഖണ്ഡിക 22 നോക്കാം. പ്രോസിക്യൂഷൻ ജാമ്യത്തെ ശക്തമായി എതിർത്തപ്പോൾ കോടതി നൽകിയ മറുപടി പോലീസിന്റെ മുഖത്തേറ്റ ഒന്നൊന്നരടിയാണ്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന ആരോപണത്തിന് നേരെ കണ്ണടയ്ക്കാൻ ഈ കോടതിക്ക് സാധിക്കില്ല. നിയമവിരുദ്ധമായി ഒരു നടപടിയും തുടരാൻ അനുവദിക്കാനുമാവില്ല. അങ്ങനെ അനുവദിക്കുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കാൻ പോലീസ് അധികാരികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് തുല്യമാവും. അത് നിയമ നടപടിക്രമങ്ങളുടെ നഗ്നമായ ദുരുപയോഗമാണ്. അറസ്റ്റിന് പിന്നാലെ ടി മോഹൻദാസിന്റെ ശബ്ദം പൂർണ്ണമായും നിശബ്ദമാക്കുക, അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തുക എന്നൊക്കെ ആയിരുന്നു പ്രോസിക്യൂഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നമുക്കിതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ അവിടെയും കോടതി തികഞ്ഞ നീതിയാണ് പുലർത്തിയത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയാൻ കോടതി തയ്യാറായില്ല. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായും നിയമാനുസൃതമായിട്ടുള്ള മാധ്യമ പ്രവർത്തന ആവശ്യങ്ങൾക്കായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അതോടൊപ്പം തന്നെ നീതിപൂർവമായ അന്വേഷണത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ ആരോപിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഇരയെയോ സാക്ഷികളെയോ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇടപെടാനോ ഉദ്ദേശിച്ചുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന സ്വാഭാവിക നിബന്ധന മാത്രമാണ് കോടതി വെച്ചിട്ടുള്ളത്. അതായത് സർക്കാരിനെയോ പോലീസിനെയോ വിമർശിക്കുന്നതിനോ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിനോ അദ്ദേഹത്തിന് യാതൊരുവിധ വിലക്കുമില്ല എന്ന് സാരം.
ഈ കോടതി വിധി നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ സ്വാതന്ത്ര്യം പോലീസിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളൊരു കാര്യമല്ല. സതീന്ദർ കുമാർ ആൻഡിൽ വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തി സ്വാതന്ത്ര്യത്തിന് നൽകിയ കവചം തകർക്കാൻ ഒരു സംസ്ഥാന പോലീസിനും സാധിക്കില്ല. ഒരു മാധ്യമപ്രവർത്തകനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് ഭയപ്പെടുത്താമെന്ന് കരുതിയവർക്ക് ലഭിച്ച കനത്ത നിയമപ്രഹരമാണ് തിരുവനന്തപുരം CJM കോടതിയുടെ ഈ ഉത്തരവ്. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയാണെന്നും അധികാര ദുർവിനിയോഗം നടത്തുന്നവർക്ക് മുന്നിൽ കോടതികൾ നിശബ്ദരായിരിക്കില്ല എന്നും ഇത് തെളിയിക്കുകയാണ്. ഈ വിധി കേവലം ഒരു വ്യക്തിക്ക് ലഭിച്ച ഇടക്കാല ആശ്വാസമോ ജാമ്യ ഉത്തരവോ ഒന്നുമല്ല, മറിച്ച് ഭരണഘടന നൽകുന്ന പൗരാവകാശങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മേൽ പോലീസ് നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെയുള്ള കൃത്യമായ നിയമപ്രഹരമാണ്. പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം പൗരന്മാരുടെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന നിർമ്മാതാക്കളുടെ ലക്ഷ്യം തകർക്കാൻ പോലീസിന് അധികാരമില്ല എന്ന് കോടതി ഇവിടെ അക്കമിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ പ്രതി ചേർക്കപ്പെടുന്ന ഏതൊരു പൗരനും BNSS 35 അനുസരിച്ച് ആദ്യം നോട്ടീസ് നൽകി അന്വേഷണത്തിന് എത്തുന്നതിനുള്ള അവസരമാണ് നൽകേണ്ടത്. അതറിയാത്തവരൊന്നുമല്ലല്ലോ കേരള പോലീസ്. അറസ്റ്റ് എന്നത് ക്രിമിനൽ അന്വേഷണങ്ങളിലെ അവസാനത്തെ അപവാദം മാത്രമാണ്, അഥവാ എക്സെപ്ഷൻ മാത്രമാണെന്നിരിക്കെ അതിനെ ഒരു സാധാരണ നടപടിയാക്കി മാറ്റി പൗരന്മാരെ ഭയപ്പെടുത്താൻ നോക്കുന്ന രീതിക്ക് ഇനി നിലനിൽപ്പില്ല. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായി സ്വന്തം വസതിയിൽ തന്നെ ലഭ്യമായിരുന്നൊരു വ്യക്തിയെ തിടുക്കപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതിലെ ദുരൂഹതയും നിയമലംഘനവുമാണ് കോടതിയിൽ തുറന്നു കാണിക്കപ്പെട്ടത്. തങ്ങൾക്കെതിരെയായി സംസാരിക്കുന്നവരെയോ മാധ്യമപ്രവർത്തകരുടെയോ ശബ്ദം അടിച്ചമർത്താൻ ഭരണകൂടവും പോലീസും കുറുക്കുവഴികൾ നോക്കുമ്പോൾ അതിന് നീതിന്യായ വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്ന അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിലപാട് ജനങ്ങൾക്ക് നിയമവ്യവസ്ഥതയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. സതീന്ദർ കുമാർ ആൻഡിൽ v CBI കേസിൽ സുപ്രീം കോടതി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കേവലം കടലാസ് പുസ്തകങ്ങളിൽ ഉറങ്ങാനുള്ളതല്ലെന്നും കീഴ്ക്കോടതികൾക്ക് പോലും അത് നടപ്പിലാക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്നും ഈ വിധി നമുക്ക് തെളിയിച്ചു കാണിക്കുന്നു. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് തൊഴിലെടുക്കാനുള്ള അവകാശത്തെയും സോഷ്യൽ മീഡിയ ഉപയോഗത്തെയും തടയാൻ നോക്കിയ ഒരു പ്രോസിക്യൂഷന്റെ നീക്കത്തെ അർത്ഥശങ്കയ്ക്കില്ല ഇടയില്ലാത്ത വിധം തള്ളിക്കളഞ്ഞതിലൂടെ പത്രസ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും കോടതി ഉയർത്തിപ്പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയും അനാവശ്യമായും നടത്തുന്ന അറസ്റ്റുകൾ നിയമവാഴ്ചയുടെ നഗ്നമായ ലംഘനമാണെന്നും അധികാര ദുർവിനിയോഗത്തിലൂടെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ കവരാൻ ശ്രമിക്കുന്ന ഏത് ഭരണകൂട ശക്തികൾക്കും മുന്നിൽ നീതിപീഠം കാവലാളായി തന്നെ നിൽക്കുമെന്നുമുള്ള വിപ്ലവകരമായ സന്ദേശം തന്നെയാണ് ഈ ചരിത്രപരമായ കോടതി ഉത്തരവ് നമുക്ക് നൽകുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.